കൊല്ലം ആളുകേറ മലയിലെ കൊലപാതകം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചിരുന്ന കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിലാണ് സർക്കാർ നടപടി. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, ഇത് ഒരു കൈകാലുകളൊക്കെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് മുഖമൊക്കെ കത്തിക്കരിഞ്ഞ നിലയിൽ ആ കൊലപാതകം റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയ ഒരു കൊലപാതകം അത് തന്നെയാണല്ലോ ഇത്. അതിൽ നിലവിൽ എന്താണ് ഈ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം വരാൻ കാരണം? നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഷാംലി പറഞ്ഞതുപോലെ അതുതന്നെയാണ് കൊലപാതകം. ഈ കൊലപാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയത് കൊല ചെയ്തതാര്, കൊല്ലപ്പെട്ടതാര് എന്നുള്ളതായിരുന്നു. ഒടുവിൽ അന്വേഷണ സംഘം കൊല്ലപ്പെട്ടതാരാണെന്ന് കണ്ടെത്തി. ചാരമൂട് സ്വദേശി അനിക്കുട്ടനാണ് മരിച്ചതെന്ന് അറിയപ്പെട്ടു. ഇതിനുശേഷം DNA പരിശോധനകൾക്ക് ശേഷമാണ് അതറിയാൻ കഴിഞ്ഞത്. പക്ഷേ സമീപത്തു നിന്ന് ലഭിച്ച മദ്യക്കുപ്പിയും ഒപ്പം തന്നെ ചങ്ങലയും ഒരു തോർത്തുപോലുള്ള ഒരു തുണിയുമാണ് പ്രദേശത്ത് നിന്ന് ലഭിച്ചത്. മറ്റ് തെളിവുകളൊന്നും തന്നെ ലഭിച്ചില്ല. പ്രദേശത്തെ 100-ലധികം CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചു. സംസ്ഥാനത്തിൻ്റെ പുറത്തേക്ക് അന്വേഷണം നടത്തി. പക്ഷേ എങ്ങും ഈ അന്വേഷണം എത്തിച്ചേർന്നില്ല. അന്വേഷണം അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു, മേൽനോട്ടത്തിലായിരുന്നു ഈ അന്വേഷണം നടന്നത്. കരുനാഗപ്പള്ളി പുനലൂർ ASPയുടെ നേതൃത്വത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൻ്റെ പ്രാഥമിക വിവരങ്ങൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് തേടിയിട്ടുണ്ട്. ഇനി ഈ അനിക്കുട്ടനുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. മറ്റ് വിവരങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിച്ച ശേഷം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം. ഏതാണ്ട് ഒരു വർഷം പിന്നിടുമ്പോഴാണ് ഈ കേസ് ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറുന്നത്. ഷാമിലി.